നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 2026 ജൂൺ മാസം 7-ാം തീയതി, അതായത് 1201 ഇടമാസം 24-ാം തീയതി രവിവാരം ഞായറാഴ്ച. നാളെ ഞായറാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:04, അസ്തമയം വൈകിട്ട് 6:42 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. ഈ 1.5 മണിക്കൂർ ദൈർഘ്യസമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ സപ്തമി തിഥിയാകുന്നു. ചന്ദ്രൻ ദുർബലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെയാണ് ചന്ദ്രന് ബലം. അത് കഴിഞ്ഞാൽ ചന്ദ്രൻ ബലം നഷ്ടപ്പെടുന്നു. പക്ഷോദ്ഭവം ഹിമകരസ്യ വിജിഷ്ടമാഹുഹു. വെളുത്ത പക്ഷത്തിലാണ് ചന്ദ്രന് ബലം. കറുത്ത പക്ഷത്തിൽ വരുമ്പോൾ ചന്ദ്രൻ്റെ ആ പ്രഭാവം, കിരണങ്ങൾക്ക് ബലക്കുറവ് സംഭവിക്കുന്നു. നിങ്ങൾക്കറിയാം, അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? അമാവാസി, കറുത്ത വാവ് ഉണ്ടാകുന്നത്. ചന്ദ്രൻ ബലവാനായി വരുമ്പോൾ പൗർണമി ഉണ്ടാകുന്നു. നക്ഷത്രം കാലത്ത് 8 മണി വരെ അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം ഒരു ശുഭനക്ഷത്രമാണ്. കാലത്ത് 8 മണി കഴിഞ്ഞാൽ പിന്നെ ചതയം നക്ഷത്രമാണ്. നാളത്തെ ദിനം മുഴുവനും പിന്നെ ചതയം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക മകരൻ രാശി, അവസാനത്തെ 30 നാഴിക കുംഭൻ രാശിയുമാകുന്നു. അതും നാം ചർച്ച ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട്. നാളത്തെ 8 മണി മുതൽ ചതയം നക്ഷത്രവും ശുഭനക്ഷത്രമാണ്. പക്ഷേ നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നാളെ വിഷ്ഠികരണമാണ് ഉച്ചയ്ക്ക് 3 മണി വരെ. കരണം വിഷ്ഠിയാണെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല. വിഷ്ഠികാലം കൃതം കാര്യം വിനാശം ഉപഗച്ഛതി. വിഷ്ഠികാലത്ത് ചെയ്യുന്ന, വിഷ്ഠികരണത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നാശത്തെ പ്രാപിക്കുമെന്ന് പ്രമാണമുണ്ട്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം ചതയം നക്ഷത്രമാണ്. തിഥിയും സപ്തമിയാണ്. കറുത്തപക്ഷത്തിലാണെങ്കിലും സപ്തമിയാണ്. നാളെ 3:05 മുതൽ 4 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ്. നാളെ നിർബന്ധമായും സർപ്പക്ഷേത്ര ദർശനം അങ്ങേയറ്റം ഉപകരിക്കും. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രധ്വനികളോടുകൂടിയാവട്ടെ നാളത്തെ ദിനം. സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി, അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നതും വളരെ ഗുണകരമാകുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.